അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വറ്റൽമുളകും മല്ലിയും കൂടെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇത്തിരി ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. നമുക്കിനി അതിലേക്ക് ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് 1/4 മുറി നാളികേരം ചിരകിയത് ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കിയെടുക്കാം. ഇത് വറക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് പച്ചമണം മാറിയാൽ മതി. ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ച് കൊണ്ടുവരാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ പച്ചക്കറി എല്ലാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളി പിഴിഞ്ഞ വെള്ളവും. എന്നിട്ട് നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതിലേക്ക് ഇനി അരപ്പ് ചേർക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കളർ മാറും കേട്ടോ. എനിക്കെൻ്റെ മുത്തശ്ശിയുടെ സാമ്പാർ ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ ഒപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം സാമ്പാറിൻ്റെ കളറ് മാറിയത് കണ്ടുവോ? ഇനി അരപ്പും മസാലയും പച്ചക്കറിയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സായി എല്ലാത്തിലും ഈ അരപ്പിൻ്റെ ടേസ്റ്റ് പിടിക്കണം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും ചോറിൻ്റെയും ഒപ്പം കഴിക്കാം കേട്ടോ. താങ്ക് യു.